പരിശുദ്ധ നാമം വാഴ്ത്തുമാറാകട്ടെ. கடந்த ദിവസങ്ങൾ മുഴുവനും ദൈവം നമ്മെ കൺമണി പോലെ കാത്തു സൂക്ഷിച്ചു. എങ്കിലും ഈ ദിവസം ദൈവത്തിന്റെ കൃപയാൽ നാം എല്ലാവരും കൂടിയിരിക്കുന്നു, ശരിയ ഭവനങ്ങളായിട്ട് കൂടിയിരിക്കുന്നു. ഞാൻ ഈ ദിവസത്തിൽ തിരഞ്ഞെടുത്ത ഒരു വചനം என்னவெങ്കിൽ மத்தேயுடைய சுவிசேஷம் 23ാമത്തെ അധ്യായത്തിൽ நான் வாய்க்கும்போது நாம் எப்படி தாழ்மையுள்ள ஒரு ஜீவிதத்தோடு இருக்கணும் என இயேசு கிறிஸ்து நமக்கு ஒரு பாடம் படிப்பிக்காம். வச்சனத்தை நான் வாய்க்காம். மத்தேயுடைய சுவிசேஷம் 23ാമത്തെ അധ്യായത്തിൽ 9வது വാക്യം വായിക്കാം. നിങ്ങളെ എല്ലാവരും സഹോദരന്മാർ ഭൂമിയിൽ யாரேனும் പിതാവ് എന്ന് വിളിക്കാറുത് ഒരുത്തൻ അതിരെ നിങ്ങളുടെ പിതാവ് സ്വർഗസ്ഥാൻ തന്നെ. അപ്പോൾ ഈ കാലഘട്ടത്തിൽ അനേകർ എന്നെ ചെയ്യാം, പാസ്റ്ററെ പാസ്റ്റർ എന്നെ വിളിക്കാം, അല്ലെങ്കിൽ ബിഷപ്പ് എന്നെ വിളിക്കാം. അപ്പടിയല്ല, നമുക്ക് വേദ പുസ്തകം പഠിപ്പിച്ച് കൊടുക്കുന്ന ഒരു കാര്യം என்னவெങ്കിൽ നാം എത്ര പാസ്റ്ററായിട്ട് ഇരുന്നാലും എത്ര ബിഷപ്പ് പട്ടത്തെ നൽകിയിട്ട് ഇരുന്നാലും ബൈബിൾ നമുക്ക് സംസാരിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തു പഠിപ്പിച്ച് തരണ ഒരു കാര്യം என்னவெങ്കിൽ നാം എത്ര പ്രസംഗങ്ങളെ പ്രസംഗിച്ചാലും അല്ല പാസ്റ്ററായിട്ട് ഇരുന്നാലും വേദ പുസ്തകം നമ്മളെ എപ്പടി വിളിക്കണം എന്ന പഠിപ്പിക്കുന്നത് സഹോദരന്മാർ. അനേക പള്ളികളിൽ പാസ്റ്റർമാർ എന്നെ സംസാരിക്കാതെ പോണാൽ പാസ്റ്റർക്ക് വളരെ ടെൻഷൻ ആയിട്ടാകും. കാരണം അനേകർ അത ഇഷ്ടപ്പെടാം, പാസ്റ്റർ എന്നെ വിളിക്കണം എന്ന ഒരു ചിലർ പാസ്റ്ററായിട്ടുള്ളവർ ഇഷ്ടപ്പെടാം. അതുപോലല്ല, നമുക്ക് ഒരു താഴ്മ ഉണ്ടാകണം, താഴ്മ നമ്മുടെ ജീവിതത്തിൽ ഇരിക്കണം. അതേ കർത്താവായ യേശു ക്രിസ്തു നമുക്ക് പഠിപ്പിച്ച് കൊടുക്കുന്ന ഒരു കാര്യം 10ാമത്തെ വചനത്തെ നാം വായിക്കാം. നിങ്ങളെ നായകന്മാർ എന്ന് പേര് എടുക്കാറുത് ഒരുത്തൻ അതിരെ നിങ്ങളുടെ നായകൻ ക്രിസ്തു തന്നെ. അനേകർ ഈ ലോകത്തിന്റെ സിനിമാവിലെ മക്കൾ അല്ല യവനക്കാര് പിള്ളകൾ അനേകർ ഇഷ്ടപ്പെടുന്നത് ഹീറോ. ആ ഹീറോസെ കാട്ടിലും നമുക്കൊരു വലിയ ഹീറോ ഉണ്ട്, കർത്താവായ യേശു ക്രിസ്തു. കാരണം അവർ കൽവരി ക്രൂശിൽ നമുക്ക് എല്ലാവർക്കും വേണ്ടി രക്തം ചിന്തി മരിച്ച്, അതേ നാം എന്നെ ചെയ്യുന്നു അവരെ ഒരു റോൾ മോഡലായിട്ട് വെച്ച് നാം നോക്കി നമ്മുടെ ജീവിതത്തെ നോക്കി ഓടണം. ഈ അനേകർ ഈ ലോകത്തിൽ അനേകർ എന്നെ ചെയ്യാം, മറ്റവർ സിനിമയിൽ ആക്ടിങ് ചെയ്യുന്നവരെ നായകൻ എന്നെ വിളിക്കാം, അല്ല ഹീറോയിൻ എന്നെ വിളിക്കാം. അപ്പടിയല്ല, നമുക്ക് ഒരുത്തർ മാത്രമേ നായകൻ, ക്രിസ്തു യേശു, കർത്താവായ യേശു ക്രിസ്തു മാത്രമേ നമുക്ക് നായകൻ. അവരേ നമുക്ക് പിതാവ്, അവരെ നമുക്ക് ഗുരു. നാം ഈ ലോകത്തിൽ മറ്റവരെ സേവിക്കുന്നു, മനുഷ്യരെ സേവിക്കുന്നു, അവരെ ഗുരു എന്നെ വിളിക്കാം. அப்படியல்ல, வேத புஸ்தகம் நமக்கு படிப்பிச்சு கொடுக்கிற ஒரே காரியம், நாம் கர்த்தாவாக இயேசு கிறிஸ்துவை மாத்திரமே குரு என விളിക്കണം, அவரை மாத்திரமே பிதாவென விളിക്കണം, அவரை மாத்திரமே നായകൻ എന്നെ വിളിക്കണം. കാരണം അവർ ഈ ഭൂമിയെ ഈ ലോകത്തെ സൃഷ്ടിച്ച ദൈവം, മനുഷ്യരെ സൃഷ്ടിച്ച ദൈവം തന്റെ ശ്വാസത്തെ വെച്ച് അനേക മനുഷ്യരെ ഉരുവാക്കി തന്റെ സ്വന്തം സായലിൽ മനുഷ്യരെ സൃഷ്ടിച്ചു. അവർക്ക് മാത്രമേ എല്ലാ മഹത്വവും കിട്ടും, മനുഷ്യർക്കല്ല. ഒരു പാസ്റ്റർ ഇതുപോലെ ഒരു അമ്മ ഇതുപോലെ ഒരു സഹായം കേട്ട് പാസ്റ്റർ അവർ പാസ്റ്റർ എന്നെ വിളിക്കുന്നില്ല, തമ്പി എന്നെ തമിഴിൽ വിളിച്ച്. കാരണം ബ്രദർ എന്നെ അവരെ വിളിക്കുമ്പോൾ അവർക്ക് വളരെ ടെൻഷനായി. എന്നെ പാസ്റ്റർ മാത്രമേ വിളിക്കണം, എന്നെ ബ്രദർ അതുപോലെ വാക്കുകളെ വെച്ച് വിളിക്കാതെ ഇരിക്കണം. കാരണം ഞാൻ പാസ്റ്റർ, എന്നെ പാസ്റ്റർ വിളിച്ചാലേ മതി എന്ന ആ പാസ്റ്റർ ആ അമ്മയോട് കോപിച്ചു. കാരണം അനേകർക്ക് ആ ഈഗോ പ്രോബ്ലം ഉണ്ട്. പാസ്റ്റർ എന്നുള്ള ഒരു മൈൻഡ് സെറ്റപ്പ് ഇരുന്നാൽ അനേകർ എന്നെ ചിന്തിക്കാം, നാമേ ഉയർന്നവർ, മറ്റവരെല്ലാം നമുക്ക് താഴ്ന്നവർ എന്ന ആ എണ്ണത്തെ വെച്ചുകൊണ്ട് അനേക പാസ്റ്ററുകൾ, ഞാൻ സംസാരിക്കുന്നത് നല്ല പാസ്റ്റർമാർകളല്ല, ഇതുപോലെ ചില പാസ്റ്റർമാർകൾ ചെയ്യുന്നു പള്ളിയിൽ. അതുപോലെ ഉള്ളവർ എന്നെ ചെയ്യാം, മറ്റവർ പാസ്റ്റർ എന്നെ വിളിക്കണം എന്ന് ഇഷ്ടപ്പെടാം. അപ്പടിയല്ല, യേശു ക്രിസ്തു സംസാരിച്ച ഒരു വിഷയം, പ്രധാനമായിട്ടുള്ള ഒരു കാര്യം, നമ്മൾ എല്ലാവരും സഹോദരന്മാർ എന്നെ വിളിക്കണം. ഇതേ പാസ്റ്റർമാർക്ക് അനേകർ അറിയാതെ അല്ല, അവർക്ക് ആ വാക്ക് ഇഷ്ടപ്പെട്ട് വിളിക്കണം എന്ന് അനേകർ എന്നെ സംസാരിക്കാം, എന്നെ പാസ്റ്റർമാർ വിളിക്കാതെ ഇരിക്കണം.
ஒரு சில நல்ல பாஸ்டர்மார் என்ன സംസാരിക്കാം, அது ஒன்றும் சாரமில்லாமே, நீங்கள் பாஸ்டர் விழிச்சாலும் சரி அல்ல பாஸ்டர் விழிக்காத இருந்தாலும் ஓகே, எனக்கு மதி, நீங்கள் என்ன மனசில் வாக்கினாയിട്ട് என்னை വിളിച്ചാലും മതി എന്ന ഒരു കാറ്റഗറി ഓഫ് ദൈവവേല ചെയ്യുന്ന മക്കൾ പാസ്റ്റർമാர்கள் അക്സെപ്റ്റ് ചെയ്യാം. മറ്റൊരു കാറ്റഗറിയും ഉണ്ട്, അവർക്ക് என்ன ചെയ്യാം, എന്നെ പാസ്റ്റർ മാത്രം വിളിച്ചാൽ മതി, സഹോദരന്മാർ എന്നെ വിളിക്കാതെ ഇരിക്കണം എന്ന മற்றவர் പ്രസ്റ്റീജ് കാണാം. എനിക്ക് അനേക പള്ളിയിൽ പ്രസ്റ്റീജ് ഉണ്ട്. കാരണം ഇതുപോലെ ഈഗോ പ്രോബ്ലംസും പാസ്റ്റർ മാത്രമേ ഉയർന്നു ഇരിക്കണം, വിശ്വാസ കുടുംബങ്ങൾ എല്ലാവരും താഴ്ന്നു ഇരിക്കണം എന്നുള്ള ഒരു പ്രസ്റ്റീജും ഈഗോ പ്രോബ്ലംസും അനേക പള്ളികളിൽ പോയിക്കൊണ്ടിരിക്കുന്നു. ഈ പ്രസംഗത്തെ, ഈ വാക്കുകളെ കേൾക്കുന്ന എന്റെ പ്രിയ മക്കൾ ഓരോരും ചിന്തിക്കുന്ന ഒരു വിഷയം എന്നവെങ്കിൽ, നാം എല്ലാവരും ദൈവത്തിന്റെ മക്കളായിട്ടിരിക്കുന്നു. ഇതിൽ ഗ്രേക്കനുമല്ല യൂതനുമല്ല, നാം എല്ലാവരും ദൈവത്തിന്റെ കൺമുൻപിൽ സമമായിട്ടിരിക്കുന്നു. ഒരു പാർഷ്യാലിറ്റിയും കാണാതെ ദൈവത്തിന് മുൻപിൽ നാം എല്ലാവരും മനുഷ്യർ. നാം പാസ്റ്റർ, ഞാൻ പാസ്റ്റർ, എനിക്ക് ഉയർന്ന സ്ഥാനത്തെ ലഭിക്കണം എന്ന ഒരുത്തരും തന്റെ വാക്കുകളായിട്ട് அப்படி ചിന്തിக்கவும் வேண்டாம், அப்படி പറയவும் வேண்டாம். കാരണം നമുക്ക് എല്ലാവற்றிലും ഉയർന്നവർ ഒരുവർ ഉണ്ട്, കർത്താവാകിയ യേശു ക്രിസ്തു, പിതാവാകിയ ദൈവം, നാം എല്ലാവരെയും സൃഷ്ടിച്ച ദൈവം, അവർ ഒരുവർ മാത്രമേ ഉയർന്നിരിക്കുന്ന ദൈവം, നാം എല്ലാവരും മനുഷ്യർ. ഇതേ അറിയാതെ என்ன ചെയ്യാം, അനേക പാസ്റ്റർമാர்கள், അനേക പള്ളിയിലുള്ളവർ പള്ളിയിൽ എലക്ഷൻ വെച്ചാൽ ചിലർ என்ன ചെയ്യാം, എനിക്ക് ഈ പോസ്റ്റിംഗ് ലഭിക്കണം, எனக்கு ഐ പോസ്റ്റ് കിട്ടണം, எனக்கு പോസ്റ്റിംഗ്ക്ക് വേണ്ടി അനേകർ என்ன ചെയ്യാം, ചണ്ട ചെയ്യാം. ഇതുപോലെ കാര്യങ്ങൾ സഭ പള്ളിയിലും ഉണ്ട്. കാരണം താഴ്മയില്ലാതെ ജീവിതം. യേശു ക്രിസ്തു താഴ്ന്നു ജീവിച്ചു. ഈ ലോകത്തിൽ വന്ന് അവർ ദൈവവേല ചെയ്യുന്ന സമയം അവർ താഴ്മയായിട്ട് ജീവിച്ചു. അവർ ദൈവം എന്നുള്ള സ്ഥാനത്തെ നശിനിപ്പെടുത്തി തന്നെ മുഴുവനായിട്ട് താഴ്ത്തി മനുഷ്യരായിട്ട് ജീവിച്ചു. അത്ര ഉള്ള ഒരു താഴ്മയായിട്ട് ഒരു സ്വഭാവം നമ്മ എല്ലാവർക്കും വേണം. ഈ കാലഘട്ടത്തിൽ ആ താഴ്മയായിട്ടുള്ള സ്വഭാവം നമ്മ ഓരോരുത്തർക്കും അല്ല. കാരണം ദൈവത്തിന്റെ സ്നേഹത്താൽ നാം നിറയാതെ ഒരു കാരണം. നമ്മുടെ മനസ്സ് ദൈവത്തിന്റെ സ്നേഹത്താൽ നിറയുമ്പോൾ നമുക്ക് ഈ പാർഷ്യാലിറ്റി ഇല്ലാതെ പോകും. നമ്മുടെ മനസ്സിൽ ഞാൻ മാത്രമേ ഉയർന്നു ഇരിക്കുന്നവൻ, മറ്റവരെല്ലാം താഴ്ന്ന് ഇരിക്കണം എന്നുള്ള ഒരു ചിന്ത, പാർഷ്യാലിറ്റി, ആ എഡ്വൈറ്റ് എന്ന് പറയാം, ആ എഡ്വൈറ്റുള്ള സ്വഭാവങ്ങൾ നമ്മെ വിട്ട് നീങ്ങാം. കാരണം ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ ജീവിതത്തിൽ ഉത്പ്രവേശിക്കുമ്പോൾ നമ്മുടെ ജീവിതം മാറും, നമ്മുടെ ചിന്തകൾ മാറും. യേശു ക്രിസ്തു ഒരു വിഷയം സംസാരിച്ചു, തന്നെ ഉയർന്നിരിക്കുന്നവൻ താഴ്ത്തപ്പെട്ടു പോകാം, തന്നെ താഴ്ത്തുന്നവൻ ഉയർത്താം. കാരണം തന്നെ താഴ്ത്താതെ പക്ഷത്തിൽ ദൈവം என்ன ചെയ്യാം, അവനെ ഉയർത്താതെ പോകും. തന്നെ താഴ്ത്തുന്ന മനുഷ്യരെ കർത്താവാകിയ യേശു ക്രിസ്തു என்ன ചെയ്യാം, അവരെ ഉയർത്താം. ഇതേ കോൺസെപ്റ്റ്, ഇതേ അറിയാതെ അനേക മക്കൾ என்ன ചെയ്യാം, ഈ ലോകത്തിന്റെ സുഖഭോഗങ്ങൾ, തനക്കൊരു നല്ല പേര് കിട്ടണം എന്നുള്ള ഒരു ചിന്തയോടെ അനേകർ ജീവിച്ചു കൊണ്ടിരിക്കാം. ഇത് പാസ്റ്റർമാർക്ക് മാത്രമല്ല, നമ്മുടെ സ്വന്തം ജീവിതത്തിലും അനേക സമയം ഇതുപോലെ ഒരു കാര്യമുണ്ട്. അതേ ഈ ദിവസത്തിൽ നമ്മോട് ദൈവം സംസാരിച്ചിരിക്കുന്ന ഈ തിരുവചനത്തിൻ മുഖാന്തരമായിട്ട് ദൈവം നിങ്ങളെ ഓരോരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ആമേൻ. സ്തോത്രം. നല്ല ഒരു പ്രബോധനമാണ് സിറ്റിസൺ ഇന്ന് സംസാരിച്ചത്. സിറ്റിസണിലൂടെ ദൈവം സംസാരിച്ചു.